എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതായത് ഈ അടുത്തായിട്ട് നടന്ന ഒരു എക്സാമിൻ്റെ ഇംഗ്ലീഷ് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്താലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന LDC പോലുള്ള എക്സാംസിനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മാതൃകാ ചോദ്യങ്ങൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൂടെ അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അനിത റെയർലി ആൻസേഴ്സ് ഡാഷ്. അപ്പോൾ എന്താണിത്? ഇതൊരു ക്വസ്റ്റ്യൻ ടാഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി. നമ്മളുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ കയറി ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കയറി നോക്കണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. അനിത റെയർലി ആൻസേഴ്സ് ഡാഷ് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആകും. അപ്പം അതുപോലെ തന്നെ പോസിറ്റീവ് ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആകും എന്നാണ് നമ്മൾ പഠിച്ച. അതിൻ്റെ റൂൾ അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ റൂൾ അങ്ങനെയാണ്. ഇവിടെ വന്നിരിക്കുന്നത് റെയർലി ആണ്. അതായത് റെയർലി എന്ന് പറഞ്ഞാൽ കുറച്ചെന്നല്ലേ. അപ്പോൾ റെയർലി ഒരു നെഗറ്റീവ് വാക്കാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, റെയർലി നെഗറ്റീവ് വാക്കാണ്. കുറച്ചത് അനിത റെയർലി ആൻസേഴ്സ് അങ്ങനെ പറയുമ്പോൾ ആ റെയർലി എന്ന് പറഞ്ഞൊരു നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ആ സെൻറ്റൻസേ നെഗറ്റീവാണ്. അപ്പോൾ റെയർലി നെഗറ്റീവ് വാക്കായതിനാൽ സെൻറ്റൻസ് നെഗറ്റീവ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവായിട്ട് വരണം. മനസ്സിലായല്ലോ? അനിത റെയർലി ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ പോസിറ്റീവായിട്ട് അവിടെ വരണം. അപ്പോൾ പോസിറ്റീവായിട്ട് വരും. അപ്പോൾ പോസിറ്റീവായിട്ട് വരുമ്പം ക്വസ്റ്റ്യനിൽ നോക്കാം. നമുക്ക് ഡസ് നോട്ട് ഷീ വരത്തില്ല, ഡിഡിൻ ഷീ വരത്തില്ല. അപ്പം ഡസ് ഷിയോ ഡിഡ് ഷിയോ ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വെർബിൻ്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ, അതായത് വെർബിൻ്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ ഡസ് വരും. വെർബിൻ്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ ഡസ് വരും. അല്ലെങ്കിൽ വെർബിൻ്റെ കൂടെ ഒരു ED അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഡിഡ് വരും. അതായത് ഞാൻ പറഞ്ഞുതരാം. അനിത റെയർലി ആൻസേഴ്സിൻ്റെ കൂടെ എസ് അല്ലേ വരുന്നത്. ആൻസേഴ്സ് വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെ ആൻസർ ഡസ് വരും. അപ്പോൾ ഇതിന് ആൻസർ എന്താ? ഡസ്. ഓപ്ഷൻ എ ഡസ് ഷീ ആണ് വരുന്നത്. ഒരു പക്ഷേ ഇവിടെ ആൻസേഴ്സിന് പകരം ആൻസേർഡ് എന്നാണ് വരുന്നതെങ്കിൽ ഈ അവസാനം EDയിലാണ് അവസാനിക്കുന്നത്. ആൻസേർഡ് എന്നാണ് അവസാനിക്കുന്നതെങ്കിൽ പ്ലസ് ആൻസേർഡ് എന്നാണ് അവസാനിക്കുന്നതെങ്കിൽ ഡിഡ് വരും. മനസ്സിലായല്ലോ? അതായത് കുക്ക്ഡ്, ആൻസേർഡ് എന്നൊക്കെ വരുവാണെങ്കിൽ അവിടെ ഡിഡ് ഷീ വരും. പക്ഷേ ഇവിടെ വന്നത് ആൻസേഴ്സ് എന്നാണ് വന്നത്. ആൻസേഴ്സ് എസ് അവസാനം വന്നതുകൊണ്ട്, ആൻസേഴ്സ് വന്നതുകൊണ്ട് തന്നെ ഡസ് ആണ് വരാൻ ചാൻസ് കൂടുതൽ. ഡസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ഡസ് ഷീ എന്ന് വന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അതായത് ഇത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം അനിത റെയർലി ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് വരുന്നത്. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ റെയർലി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റെയർലി ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് നെഗറ്റീവായി. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവായിട്ട് വരണം. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും വരില്ല. അപ്പോൾ ഓപ്ഷൻ എയോ ഓപ്ഷൻ സിയോ ആണ് ആൻസറായിട്ട് വരുന്നത്. നമുക്ക് മനസ്സിലാവും. അപ്പം വെർബിൻ്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ ഡസ് വരും. അതായത് അനിത റെയർലി ആൻസേഴ്സ് എന്ന് വെർബിൻ്റെ കൂടെ എസ് കൂടെ ഉണ്ടല്ലോ. അപ്പം ഡസ് ആണ് വരാൻ ചാൻസ്. അപ്പോൾ ഓപ്ഷൻ എ ഡസ് ഷീ ആണ്. അതുപോലെ തന്നെ വെർബിൻ്റെ കൂടെ ED ആണ്. അത് ആൻസേർഡ്, കുക്ക്ഡ് എന്നൊക്കെ വരുമായിരുന്നെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡിഡ് ഷീ ആയിരിക്കും. പക്ഷേ ഇവിടെ ആൻസർ ഡസ് ഷീ ആണ്. അതിവിടെ ആൻസേഴ്സ് എന്നാണ് വന്നത്. ക്ലിയർ ആയി? ഓപ്ഷൻ എ ഡസ് ഷീ ആണ് ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഡാഷ് ദ പ്രൊജക്റ്റ് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഇഫ് ഐ ഡാഷ് ദ പ്രൊജക്റ്റ് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. ഇത് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്കറിയാം വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ V3 ആണ് വരുന്നത്. അപ്പം അതിൻ്റെ മുമ്പിലത്തെ, അതായത് അതിന് മുമ്പിൽ വരുന്നത് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. അതായത് ഹാഡ് പ്ലസ് V3 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഹാഡ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ഹാഡ് ബീൻ ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ നമുക്ക്
കുഡ് ഹാവ് എന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ കുഡ് ഹാവ് ഓർത്ത് വെച്ചോ. കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ V3 ആണ്. പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ അപ്പം വരുന്നത് E5 ഡാഷിൻ്റെ അവിടെ വരുന്നത് ഹാഡ് പ്ലസ് V3 വരും. E5 ഡാഷ് ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 ഏതാണ് ഇതിനകത്തുള്ളത്? ഹാഡ് ബീൻ അല്ലേ. അപ്പോൾ ഓർത്ത് നോക്കുക, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹാഡ് ബീൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നെവർ ഡാഷ് ഹിയർഡ് സച്ച് എ സ്റ്റോറി. നെവർ ഹാഷ് ഹിയർഡ് സച്ച് എ സ്റ്റോറി. ഇതൊരു ഇൻവേഷൻ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നൊരു ഇതാണ്. അതായത് നെവർ ഡാഷ് ഹിയർഡ് എ സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? അപ്പം നെവർ എന്നുള്ള വാക്ക് വേർഡ് നമുക്കറിയാം നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അതായത് ഉദാഹരണം പറഞ്ഞാൽ നെവർ, സ്കെയർലി, നോട്ട് ഓൺലി, നോ സൂണർ, ഹാഡ്ലി എന്നൊക്കെ വരുന്നത് ഒരു നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നെവർ എന്നുള്ളത് എന്താണ്? നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്കറിയാം നെഗറ്റീവ് വെച്ച് തുടങ്ങിയാൽ അടുത്തത് ഓക്സിലറി വെർബ് വെക്കണം. അപ്പോൾ എന്താണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നെവർ ഡാഷ് ഹിയർഡ് സച്ച് എ സ്റ്റോറി എന്നാണ്. അപ്പം നെവർ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവാണ്. അതായത് നെവർ, സ്കെയർലി, നോട്ട് ഓൺലി, നോ സൂണർ, ഹാഡ്ലി ഒക്കെ വരുന്നത് ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ നെഗറ്റീവ് വെച്ച് തുടങ്ങിയാൽ അതിൻ്റെ അടുത്ത് വരുന്നത് ഓക്സിലറി വെക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓക്സിലറി എന്താണ്? ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാഡ്, വില്ല്, ക്യാന്, ഡു, ഡസ്, ഡിഡ് അതാണ് ഓക്സിലറി, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഏത് ഓക്സിലറി വരുമെന്നാണ് അപ്പോൾ ആൻസർ ഏത് ഓക്സിലറി വരുമെന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് നെവർ ഹാവ് ഓക്സിലറി കഴിഞ്ഞിട്ടാണ് ഐ വരുന്നത്. അപ്പോൾ നെവർ ഹാവ് ഐ എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി നെവർ ഹാവ് ഐ എന്നാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഫസ്റ്റ് ഇൻവേഷൻ ഭാഗത്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നെവർ ഡാഷ് ഹിയർഡ് എ സ്റ്റോറി എന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ആദ്യം നെവർ എന്നുള്ള വേർഡ് നെഗറ്റീവ് വേർഡാണെന്ന് ഓർക്കണം. അപ്പം നെഗറ്റീവ് വെച്ചൊരു സെൻറ്റൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് എന്തായാലും ഓക്സിലറി ആണ് വരുന്നത്. ഓക്സിലറി വന്നു കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓക്സിലറി വരാൻ എന്താണ്? ഹാവ് ഐ ആണ്. ഹാവ് ബീനും ഹാവ് ഐയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഹാവ് ഐ ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ സെൻറ്റൻസോടെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ ഹാവ് ഐ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയ? അടുത്തതിലോട്ട് പോകാം. അടുത്തത് ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻറ്റു എ പാസീവ് വോയിസ്. അപ്പോൾ പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. നിഹാരിയ ക്യാൻ സോൾവ് ദ ക്രൈസിസ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് ഇത് പറയുന്നത്? പാസീവിലോട്ട് മാറ്റാനാണ്. സെൻറ്റൻസ് ഇൻറ്റു പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. അപ്പോൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നിഹാരിയ ക്യാൻ സോൾവ് ദ ക്രൈസിസ്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ക്യാൻ സോൾവ്. അപ്പോൾ ഇതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ക്യാൻ സോൾവ് വന്നു കഴിഞ്ഞാൽ ക്യാൻ ബി സോൾവ്ഡ് ആവും. മനസ്സിലായല്ലോ? ക്യാൻ സോൾവ് വന്നു കഴിഞ്ഞാൽ ക്യാൻ ബി സോൾവ്ഡ് ആവും. അതുപോലെ തന്നെ ഷുഡ് സോൾവ് വന്നു കഴിഞ്ഞാൽ ഷുഡ് ബി സോൾവ്ഡ് ആവും. വിൽ സോൾവ് വന്നു കഴിഞ്ഞാൽ വിൽ ബി സോൾവ്ഡ് ആവും പാസീവിലോട്ട് മാറ്റുമ്പോൾ. അതുപോലെ തന്നെ മസ്റ്റ് സോൾവ് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ബി സോൾവ്ഡ് ആവും. അതുപോലെ തന്നെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇൻവൈറ്റഡും സോൾവ് മാത്രമല്ല, ക്യാൻ ഇൻവൈറ്റ് എന്ന് വരുന്നത് ക്യാൻ ബി ഇൻവൈറ്റഡ് ആവും. അതുപോലെ തന്നെ വിൽ ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഇൻവൈറ്റഡ് ആവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്യാൻ സോൾവ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ക്യാൻ ബി സോൾവ്ഡ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? ക്യാൻ ബി സോൾവ്ഡ്. ഓപ്ഷൻ എ അല്ലേ ആൻസർ? വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ പാസീവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ആ ക്യാൻ സോൾവ് എന്നുള്ളത് ക്യാൻ ബി സോൾവ്ഡ് ആവുമെന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്നിട്ട് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. വളരെ എളുപ്പമുള്ള പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൻ്റെയൊക്കെ സെപ്പറേറ്റ് ക്ലാസ്സസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ എന്തെങ്കിലും ഗ്രാമർ ഭാഗത്തെ സെപ്പറേറ്റ് ഏതെങ്കിലും പാസീവ് വോയിസോ ക്വസ്റ്റ്യൻ റാങ്കിന് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പാസീവ് വോയിസോ അല്ലെങ്കിൽ ഏതാണ് കോൺകോഡോ അങ്ങനെ എന്തെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾക്ക് അതിന് സെപ്പറേറ്റ് വേണം നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തു തരാവുന്നതാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എവരി വൺ ഓഫ് ദ പ്ലെയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. അപ്പോൾ എവരി വൺ ഓഫ് ദ പ്ലെയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. അപ്പോൾ ഇതിനെങ്ങനെ വരും? ഇത് കോൺകോഡ് ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്? എവരി വൺ ഓഫ് എന്ന് പറഞ്ഞാൽ, അതായത് എവരി വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹാസോ വാസോ വരും. ഓർത്ത് വെച്ചോ. എവരി വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരുന്നത്? ഹാസോ വാസോ വരും. എവരി വൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസോ വാസോ വരും. പക്ഷേ ഇവിടെ നമുക്ക് അപ്പോൾ ഹാസ് ഓപ്ഷൻ ബിയിലുണ്ട് ഹാസ്, അതുപോലെ തന്നെ വാസ് ഓപ്ഷൻ ഡിയിലുണ്ട്. അപ്പം
നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ എവരി വൺ ഓഫ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കോൺകോഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേണേൽ ഒരു ക്ലാസ് എടുത്തു തരാം. എവരി വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ ഹാസോ വാസോ ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം ഈ സെൻറ്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു, എവരി വൺ ഓഫ് ദ പ്ലെയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. അതായത് ഈ സെൻറ്റൻസ് ഒന്ന് നമ്മളൊന്ന് മലയാളത്തിലോട്ടൊന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ പ്ലെയേഴ്സിനെ മറ്റുള്ളവർ ഇൻവൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് പ്ലെയേഴ്സിനെ മറ്റുള്ളവർ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് പ്ലെയേഴ്സ് അല്ല, മറ്റുള്ളവരാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർ പ്ലെയേഴ്സിനെ, അത് എവരി വൺ ഓഫ് ദ പ്ലെയേഴ്സിനെ ഇൻവൈറ്റ് വേറൊരാളോ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രവൃത്തി ചെയ്യുന്നത് ഈ പ്ലെയേഴ്സ് അല്ല ചെയ്യുന്നത്. അപ്പോൾ പ്രവൃത്തി പ്ലെയേഴ്സ് അല്ലാതെ ചെയ്യുന്നതെങ്കിൽ അവിടെ വാസാണ് വരുന്നത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി വാസാണ് വരുന്നത്. അതേസമയം പ്ലെയേഴ്സാണ് പ്രവൃത്തി ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ഹാസ് വന്നേനെ. ഇവിടെ പ്ലെയേഴ്സ് അല്ല പ്രവൃത്തി ചെയ്യുന്നത്, മറ്റൊരാളാണ് പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി വാസാണ് അതിൻ്റെ ആൻസറായിട്ട് വന്നത്. ക്ലിയർ ആയേ? അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് വേർഡ് ഈസ് മിസ്പെൽറ്റ് വേർഡ് ആണ്? മിസ്പെൽറ്റ് വേർഡ് ഏതാണ്? ഇത് ഞാനങ്ങ് പറഞ്ഞു വെക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രോമിഷ്യൂസസ് എന്നാണ് വരുന്നത്. ഇവിടെ ഈക്ക് വരും ഐ ആണ് വരുന്നത്. ജസ്റ്റ് അങ്ങ് പറഞ്ഞു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 67ാമത്തെ ക്വസ്റ്റ്യൻ. ഹീ ഈസ് എ ബിഗ് ചീസ് ഡയാന ടോൾഡ് മീ. ബിഗ് ചീസ് മീൻസ് അപ്പം ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഹീ ഈസ് എ ബിഗ് ചീസ് ഡയാന ടോൾഡ് മീ. അപ്പം ഒരു ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ അത് ബിഗ് ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്. അപ്പം ഒരു പ്രത്യേക കഴിവുള്ളതോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു മനുഷ്യനോ ആണ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു കഴിവോ ആകർഷമോ എന്തെങ്കിലും ഒരു പ്രത്യേകതകളോ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയൊക്കെ തലപ്പത്തിരിക്കാൻ കഴിവുള്ള കുറേ പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരാളെയാണ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ദ തീവ്സ് പ്ലാൻഡ് ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. അപ്പം ദ തീവ്സ് പ്ലാൻഡ് ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. അപ്പം ഇവിടെ എന്താണ് എഴുതുന്നത്? പണവുമായി കള്ളന്മാർ കടന്നു കളഞ്ഞു എന്നുള്ളതല്ലേ? പണവുമായി കടന്നു കളഞ്ഞു. അപ്പം കടന്നു കളഞ്ഞു എന്ന് പറയുന്നതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്? മേക്ക് എവേ വിത്ത് എന്നല്ലേ? അതായത് ദ തീവ്സ് പ്ലാൻഡ് ടു മേക്ക് എവേ വിത്ത് ദ ബാങ്ക് ഓഫ് പൂനെ. ക്ലിയർ ആയേ? ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഈസ് സഫറിങ് ഫ്രം തനാറ്റോഫോബിയ. ദ വേർഡ് തനാറ്റോഫോമിയ മീൻസ്. അപ്പം ഷീ ഈസ് സഫറിങ് ഫ്രം തനാറ്റോഫോമിയ. അപ്പം എന്തൊക്കെയാണ് ഇത്? അപ്പം തനാറ്റോഫോമിയ എന്ന് പറഞ്ഞുള്ള വേർഡിൻ്റെ മീനിങ്സ് ആണ് പറയുന്നത്. തനാറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള പേടിയാണ് പറയുന്നത്. അപ്പോൾ തനാറ്റോഫോമിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത് ആണ് വരുന്നത്. ഓപ്ഷൻ എ ഫിയർ ഓഫ് ഡെത്ത് ആണ് തനാറ്റോഫോമിയ വരുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ വൊക്കാബുലറി സെക്ഷനിൽ വരുന്നതാണ്. അപ്പം ഇതൊക്കെ മാക്സിമം പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഒരു ക്ലാസ്സൊക്കെ നമ്മൾ ഇടാം. എന്തായാലും എക്സാമിന് മുമ്പ് നമ്മൾ ഇതിനൊക്കെ ക്ലാസ്സസ് ഇടാം. മാക്സിമം എന്തിൻ്റെയൊക്കെ ഫിയർ ഓഫ് ഡെത്ത്, ഫിയർ ഓഫ് ഡാർക്ക്നെസ്, ഫിയർ ഓഫ് സ്നേക്ക്, അതിൻ്റെയൊക്കെ ഒരു ക്ലാസ്സസ് നമ്മൾ എന്തായാലും ഇടുന്നതാണ്. മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് തനാറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാനൊരു സിമ്പിളുണ്ട്. തനാറ്റോഫോമിയ താൻ ഒറ്റയ്ക്കാവുമെന്നുള്ള പേടിയാണ് മരണത്തോടുള്ള പേടി എന്നൊക്കെ പഠിച്ചത്. തനാറ്റോഫോമിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? താൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. താൻ ഒറ്റയ്ക്കാവുമെന്നുള്ള പേടിയാണ് മരണത്തോടുള്ള പേടി എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. തനാറ്റോഫോമിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത്. ക്ലിയർ ആയ? അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ. ദ അനോണിം ഓഫ് വേർഡ് കലോഷ്യസ്. അപ്പോൾ കലോഷ്യസ് എന്ന് പറഞ്ഞ വേർഡിന് അനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീത പദം എന്നല്ലേ അർത്ഥം? സിനോണിം. അപ്പം അനോണിം എന്ന് പറഞ്ഞാൽ വിപരീത പദം എന്നാണ് അർത്ഥം, ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. കലോഷ്യസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കൈൻഡ് അല്ലെങ്കിൽ കമ്പാഷനേറ്റ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി കൈൻഡ് അല്ലെങ്കിൽ കമ്പാഷനേറ്റ് എന്ന് പറയുന്നത്. അപ്പം അനോണിം പഠിച്ച സ്ഥിതിക്ക് അതിൻ്റെ സിനോണിമോടെ നമുക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞു. കലോഷ്യസിന് സിനോണിം വരുന്നത് ക്രൂവൽ എന്നാണ് വരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് വേർഡാണ് കമ്പാഷനേറ്റ് അല്ലെങ്കിൽ കൈൻഡ് എന്നാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയാണ് വർക്കൗട്ട് ചെയ്തത്. ഇതുപോലെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ദിവസവും ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരും പഠിക്കുന്നവർക്ക്. അപ്പം
അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് വീഡിയോ എന്തെങ്കിലും ക്ലാസ്സസ് വേണമെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കോൺകോഡോ അല്ലെങ്കിൽ ഗ്രാമർ ഭാഗത്ത് എന്തെങ്കിലും പാസീവ് വോയിസോ ആക്റ്റീവ് വോയിസോ റിപ്പോർട്ടർ സ്പീച്ചോ എന്തെങ്കിലും ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യണം ഏതിൻ്റെയാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ മാക്സിമം അതിനനുസരിച്ച് ക്ലാസ്സസ് ഇടുന്നതാണ്. അപ്പം ഇതുപോലെ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പം മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇംഗ്ലീഷ് മാത്രമല്ല നമ്മളിടുന്നത്, കറണ്ട് അഫെയർ ടോപ്പിക്സിലെ മാക്സിമം ടോപ്പിക്സൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കറണ്ട് അഫെയറിൻ്റെ മാക്സിമം പരീക്ഷയ്ക്ക് മാക്സിമം കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ വിടുന്നത്. അപ്പം അതുകൊണ്ടൊന്ന് കാണത്തക്ക വിധത്തിൽ കറണ്ട് അഫെയർ, GK എല്ലാ പാർട്ടിലും, അതായത് LDC ബേസിലെല്ലാം മിക്കവാറുള്ള സിലബസ് എല്ലാം GK പാർട്ടിലും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ വെച്ച്, മാതൃകാ ക്വസ്റ്റ്യൻസൊക്കെ വെച്ച് നമ്മൾ മാക്സിമം കവർ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ഉദ്ദേശം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കും. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ എത്തിച്ച് അതിന് വഴി അനാലിസ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പം നമുക്ക് നല്ലത്. അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉയർന്ന റാങ്കുകളിൽ എത്താൻ സാധിക്കും. അപ്പം എന്താണ് നിങ്ങൾ പുതിയതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കാൻ നോക്കും. അപ്പോൾ താങ്ക് യു ഓൾ.